വികസനമാണ് പ്രധാന പ്രചരണ വിഷയമെന്ന് തൃപ്പൂണിത്തുറയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അഞ്ജലി നായർ. എൻ.ഡി.എ അനുകൂല മണ്ഡലത്തിൽ ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അഞ്ജലി നായർ പറഞ്ഞു. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അടുത്തിടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികൾ നടന്ന ഇടമാണ് തൃപ്പൂണിത്തുറ. നഗരസഭ ഭരണം BJP പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയ മണ്ഡലം തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. 2020യുടെ സ്ഥാനാർത്ഥിയായി അഞ്ജലി നായരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഞ്ജലി നായർ നമ്മോടൊപ്പം ചേരുകയാണ്. വൺ സർപ്രൈസ് ആയിപ്പോയി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കാരണം ഒരു NDA എ ക്ലാസ് മണ്ഡലം എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന തരത്തിൽ സാങ്കേതികമായിട്ടുള്ള വിശേഷണമാണെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ്. ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെ എന്ന് കരുതുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ഞാൻ കടമെടുക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിത് വളരെ സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾക്കിത് വളരെ ഞെട്ടൽ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൃപ്പൂണിത്തുറ എന്ന് കേട്ടപ്പം എൻ്റെ നാടാണ്, നമ്മുടെ നാടാണ്, ഇനി അധികമൊന്നും ചിന്തിക്കാനില്ല. അവിടുത്തെ ഓരോ ജനങ്ങളുടെ അടുത്തും പോയി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുക, നേരായ രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊരു ഒറ്റ അജണ്ട മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. തൃപ്പൂണിത്തുറയുടെ വികസനം, മോദിജിയുടെ ഓരോ വികസന പദ്ധതികൾ ഇവിടെ എങ്ങനെ കൊണ്ടുവരാം, നടപ്പിലാക്കാം, അതിന് എനിക്ക് എത്രത്തോളം സാധ്യമാകും, ഇതൊക്കെ തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒപ്പം തന്നെ കുട്ടിക്കാലം മുതൽ ഒരു പൊളിറ്റീഷ്യൻ ആകണമെന്നുള്ള ആഗ്രഹം അച്ഛനുണ്ടായിരുന്നു എന്ന് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് 2020 അല്ലെങ്കിൽ NDA തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? ഒരിക്കലും ഞാൻ എന്താ പറയുക, പാർട്ടി അന്വേഷിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെ അന്വേഷിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു തിരഞ്ഞെടുക്കലൊന്നും ആയിരുന്നില്ലത്. കാരണം എല്ലാ പാർട്ടിയിലും സൗഹൃദങ്ങളുണ്ട്. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റുള്ളൊരു രീതിയിൽ പ്രചാരണത്തിനാണെങ്കിലും ഈ പറയുന്നത് പോലെ ഒക്കെ ആണെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായൊരു സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പം NDA എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിയിട്ട് സമ്മതമൂളുകയാണ് ചെയ്തത്. സ്വന്തം നാട്ടിലാണ് മത്സരം എങ്കിലും അവിടുത്തെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനോ അങ്ങനെയുള്ള എന്താണ് ഏറ്റവും ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായിട്ട് കടന്നു വരികയാണ്, അത് ചോദിക്കുകയാണ്, അവരോട് അവസരം ചോദിക്കുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കി? ഞാൻ വളരെ മുമ്പാണ് അറിഞ്ഞത് തൃപ്പൂണിത്തുറയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന മണ്ഡലത്തെ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. എന്താണ് അവിടെ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, എന്തെല്ലാം ചെയ്ത് തീർക്കണം. ഈ നമ്മുടെ ദിവസങ്ങൾ അടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ പ്രചരണത്തിലൂടെ ആണെങ്കിൽ പോലും, പ്രചരണം എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല വാക്ക്, ഞാൻ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ ഒരു മകളായിട്ട് അവർക്കൊപ്പം നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ഒപ്പം തന്നെ ഇതിനു മുമ്പ് CPM എന്നാകട്ടെ കോൺഗ്രസ് എന്നാകട്ടെ അവരിലേക്കെല്ലാം ഒരു കലാരംഗത്ത് നിന്നുള്ള ആളുകൾ ഒരുപാട് വന്നിരുന്നു ഇതിനു മുമ്പ്. ഒരു പക്ഷേ NDAയിലേക്ക് അതിലൊരു വരുന്നതിൽ ഒരു അവസരം നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭയം കലാകാരന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സുരേഷ് ഗോപി പോലുള്ള വലിയ താരങ്ങൾ വരുന്നു, നിങ്ങളെപ്പോലുള്ള പുതിയ ആളുകളെല്ലാം തന്നെ കടന്നു വരുന്നു. എങ്ങനെയാണ് NDAയുടെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ അധികം ഒന്നും ചിന്തിച്ചിട്ടില്ല. ഈ പറയുന്നത് പോലെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സിനിമാ ജീവിതം എന്താകും, എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര്, സുരേഷ് ചേട്ടൻ ഉൾപ്പെടെ, കൃഷ്ണകുമാർ ഏട്ടൻ ഉൾപ്പെടെ, ദേവൻ ചേട്ടൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് നല്ലൊരു വെൽക്കമിങ് ആണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്. അപ്പം പിന്നെ നമ്മളും വിചാരിച്ചു അങ്ങനെ ഒരു മാറ്റി നിർത്തലൊന്നും ഉണ്ടാവില്ല. പിന്നെ പിന്നെ നമ്മളെന്ത് തീരുമാനിക്കുമ്പോഴും അതിനൊരു രണ്ട് വശം എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ചിലപ്പം നമ്മളെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അത് വേണമായിരുന്നോ എന്ന് ചോദിക്കാനും അല്ലെങ്കിൽ മാറ്റി നിർത്താനും ചിലപ്പോൾ ഒരു വിഭാഗം ആളുകളുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നമ്മളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് എൻ്റെ തീരുമാനമാണ്, ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പോൾ സ്പെഷ്യലി ഇവരെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ ഇവരെ ശത്രുക്കളാക്കാൻ വേണ്ടി എടുത്ത തീരുമാനം അങ്ങനെ ഒന്നുമില്ല. ഞാൻ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്നു. എല്ലാം ഒരേപോലെ നടക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും തൃപ്പൂണിത്തുറക്കാരിൽ ഒരാളായി ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ അഞ്ജലി നായർ നൽകുന്നത്. ഏതായാലും തൃപ്പൂണിത്തുറയിൽ മത്സരം കടുക്കുകയാണ്. ക്യാമറമാൻ സുശോഭ് KS-നൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കൊച്ചി.